എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ വരുന്ന വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും, ലഞ്ചിന് എന്തുണ്ടാക്കും, ഡിന്നറിന് എന്തുണ്ടാക്കും എന്നുള്ളതൊക്കെയാണ് അല്ലേ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്. ഇന്ന് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കിയാലോ. നോ വെജിറ്റബിൾ കറി ഇൻ ജസ്റ്റ് 5 minutes. നമ്മൾ കേരളത്തിൽ മോരുകറി ഉണ്ടാക്കില്ലേ, അതുപോലെ പുറത്തുള്ളവർ, അതായത് നമ്മുടെ രാജസ്ഥാനിലും പഞ്ചാബിലും അവിടെയൊക്കെ ഉള്ളവർ മോര് കൊണ്ടുണ്ടാക്കുന്ന കറിയാണ് കടി എന്നവർ പറയുന്നത്. ഇതിന് വേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഒരു 1 കപ്പ് കേർഡ് എടുത്തിട്ടുണ്ട്, അതായത് 6 ലിറ്ററിൽ കുറച്ച് കുറവ്. അതിൽ ബേസൻ, അതായത് നമ്മുടെ കടലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നാളികേരം അരച്ച് ചേർക്കുന്നതിന് പകരം അവർ തിക്നെസ്സിന് വേണ്ടിയിട്ട്, കട്ടിക്ക് വേണ്ടിയിട്ട് ഈ കടലപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് തൈരിന് ഞാൻ 2 സ്പൂൺ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മസാലപ്പൊടികളാണ്. മഞ്ഞപ്പൊടി 1/2 സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 സ്പൂൺ, ജീരകപ്പൊടി 1/2 സ്പൂൺ, 1/4 സ്പൂൺ വരെ എടുക്കാം. ഇത് പൊടിയായിട്ട് ജീരകപ്പൊടി ഇല്ലെങ്കിൽ ജീരകമായിട്ട് ഇട്ടാലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നത് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. അത് ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഈവൂനും കൂടെ കഴിക്കാവുന്ന രീതിയിൽ എരിവില്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എരിവില്ലാതെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യാത്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്നറിയോ? മിക്സിയുടെ ജാർ എടുക്കുക, എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൂടെ അതിലേക്ക് ഒരുമിച്ചങ്ങ് ഇടാം. അതായത് തൈരും ഈ പറഞ്ഞ മസാലപ്പൊടികളും എല്ലാം കൂടിയിട്ട്, പിന്നെ കടലപ്പൊടിയും കൂടിയിട്ട് ഇപ്പോൾ തൽക്കാലം വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇതിലേക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇപ്പൊ തൽക്കാലം ആഡ് ചെയ്യാത്തത്. നമ്മൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. അത് സൈഡിൽ വെച്ചിട്ട് തൽക്കാലം നമുക്കിപ്പോൾ വറുത്തിടുന്ന പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ വറുത്തിടാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കടുക്, ജീരകം, പിന്നെ കായം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് വറുത്തിടാം. ഞാൻ പറഞ്ഞ പോലെ ഈവിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ മുളക് വറുത്തിട്ടിട്ടില്ല. പിന്നെ ഉലുവ കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉലുവയുടെ സീഡ്സ്, ഉലുവ നമ്മൾ മുഴുവനായിട്ട് അങ്ങിട്ടിട്ട് വറുത്തിട്ടതിലേക്ക് ഈ പറഞ്ഞ നമ്മുടെ മിക്സ് ഒഴിച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇത് നല്ല കട്ടിയാവും, കാരണം നമ്മൾ കടലപ്പൊടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് ഈ ഒരു ഗ്രേവിയെ കട്ടിയാക്കും. കണ്ടില്ലേ, അത് കുറുകി നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കട്ടി കുറയ്ക്കാനായിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. ഓക്കെ, ഒരുപാട് തിളപ്പിക്കരുത്, അപ്പൊ അത് പിരിഞ്ഞു പോവാണ്ടും നോക്കണം നമ്മൾ. അപ്പൊ ഞാൻ ചെയ്തെന്താന്ന് വെച്ചാൽ ഈ ഒരു മിക്സിയുടെ ജാർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇത് അടിച്ചെടുത്ത അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ബാക്കിയുള്ള നമ്മുടെ ഈ മസാലക്കൂട്ടും എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വഴു എന്നുള്ളൊരു ഒരു സ്റ്റിക്കി ഒരു കൺസിസ്റ്റൻസി വരും. അത് കൂട്ടാൻ നമുക്ക് അത്ര ഒരു രസം ഉണ്ടാവില്ല. അപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മുടെ ഒരു മോര് കറിയുടെ കൺസിസ്റ്റൻസിയിലേക്ക് നിങ്ങൾ ആക്കിയെടുക്കുക. കണ്ടില്ലേ, വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇത്രയും ലൂസായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു കടി ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ് ഇത്രയേ ഉള്ളൂ. കടി റെഡിയാണ്. നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് ഒരു ഫൈനൽ ഗാർണിഷിങ്ങിലേക്ക് കിടക്കാം. ഒരു ഭംഗിയൊക്കെ വേണ്ടേ അല്ലേ? ഇപ്പൊ തന്നെ അതിലേക്ക് അതിൻ്റെ ഒരു ജീരകത്തിൻ്റെയും
കായത്തിൻ്റെയും ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് പെരുംജീരകം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ, ഇഷ്ടമുള്ളവർക്ക്. എല്ലാവരുടെയും വീട്ടിൽ പെരുംജീരകം ഉണ്ടാവില്ല, അപ്പോൾ ഉള്ളവർക്ക് അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മുടെ ആ ഒരു നോ വെജിറ്റബിൾസ് കറി തയ്യാറാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്.